എനിക്ക് ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ല. എന്താ പറയാ, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ അനുമോളെ ആ സ്റ്റേജിൽ വെച്ച് അപമാനിച്ചിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനുമോളെ ചിരിച്ചുകൊണ്ടാണ് ഡാൻസ് കളിക്കാനായിട്ട് തോന്നിയൊരു മനസ്സ്. സ്വീറ്റ് റിവഞ്ച് എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അനുവിനെ കുറച്ച് കണ്ട ഇവനെ ബോഡി ടച്ച് ചെയ്തിട്ട് ഡാൻസ് ചെയ്യാൻ പ്രശ്നമില്ല അല്ലേ, കൊള്ളാലോ മനസ്സിലൊക്കെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് തനിക്ക് ഇതൊക്കെ പറയാൻ ഉളുപ്പുണ്ടായില്ലടോ, തനിക്ക് ഇതൊക്കെ പറയാൻ നാണം ഉണ്ടായില്ല അനീഷേ. ഇതിലേക്ക് വിളിച്ചു വരുത്തുന്നത് അനുമോള് ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞിട്ട് വെറുതെ എല്ലാവർക്കും ഒരു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ നിറഞ്ഞൊരു സംഭവമാണ് ഇൻസ്റ്റ സ്റ്റോറി ഫൈറ്റ്. അനീഷും അനുമോളും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇടുന്നു, ഒരു വഴക്കുണ്ടാക്കുന്നു. മൈൽസ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയറോ 2026 അത് ആ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത് അനീഷിനെയാണ്. അപ്പോൾ അനീഷിന് ആ ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അനുമോളാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിന് നന്ദി പറഞ്ഞുകൊണ്ട് അനീഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അനുമോളെ വളരെ നിസ്സാരമാക്കി കണ്ടുകൊണ്ട് വെറും ഒരു കോമഡി സ്റ്റാറിൻ്റെ പ്രോഗ്രാമിൻ്റെ അവതരിപ്പിച്ചിരുന്ന ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ നിസ്സാരമായി കണ്ടിട്ട് ഒരു പോസ്റ്റ് അനുമോളെ മനഃപൂർവ്വം താത്തിക്കെട്ടി പറയുന്ന പോലെയൊക്കെ തോന്നിയത് കൊണ്ടാണ് അനുമോള് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതിയത് അനീഷ് ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റ് ഇട്ടതിൻ്റെ സങ്കടം കൊണ്ടാണ് അനുമോള് സ്റ്റോറി ആയിട്ടൊരു മറുപടി കൊടുത്തതെന്ന്. അതിനൊരു മറുപടിയായിട്ട് അനീഷ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് വീർക്കുന്നുണ്ടല്ലേ, ആർക്കൊക്കെ കൊള്ളുന്നുണ്ടല്ലേ എന്നുള്ളത്. ഇത് നമ്മൾ കണ്ട ഒരു കാര്യം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ അണിയറയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമുക്ക് ആ സംഭവം എന്താണെന്ന് നമുക്കിപ്പോൾ ഒന്ന് കാണാം. എനിക്ക് ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. അനീഷിന്റെ കയ്യിൽ മയക്ക് കിട്ടിയപ്പോൾ അനീഷിന് അനുമോളെ കുത്താൻ കിട്ടിയ ഒരവസരവും അനീഷ് പാഴാക്കുന്നില്ല. എന്താല്ലേ, പബ്ലിക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. അനീഷിന്റെ എല്ലാം മയക്ക് കൊടുക്കുന്നു, ആങ്കർ അനീഷിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ തന്നെ അനീഷ് പറയാ, എനിക്കിങ്ങനെ ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാൻ അറിയില്ല, ഇതായിപ്പോയി, വാരി വിതറാൻ അറിയില്ല എന്നൊക്കെ. മതിയല്ലോ, വേണ്ട, അഭിനയിച്ച് നിൽക്കണ്ട, മനസ്സിലുള്ളത് തന്നെ നമ്മൾ എന്താണോ അത് തന്നെ നമ്മൾ കാണിക്കുക. നമ്മൾ ഓവറായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനീഷിന്റെ സ്വഭാവം തന്നെ കാണിച്ചോളൂ, മെഴുകൂ. അനീഷിന്റെ യഥാർത്ഥ സ്വഭാവമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ബിഗ് ബോസിൽ വന്നപ്പോൾ മുതൽ നമുക്ക് ബുദ്ധിയുള്ള കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ അന്ധമായി അനീഷിന്റെ കപടമായിട്ടുള്ള നാടകത്തിൽ വീഴാത്ത കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് അനീഷ് എന്നുള്ളത്. പക്കാ ഫ്രോഡ് വ്യക്തിയാണ് അനീഷ്, പക്കാ ഫ്രോഡ്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഗെയിം കളിക്കാനായിട്ട് സ്വന്തമായി കയ്യിലൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ കടമെടുത്ത്, ഓരോ സീസണിൽ കഴിഞ്ഞവരുടെ കടമെടുത്ത് വന്നിട്ട് 1-ാം ദിവസം മുതൽ 100 ദിവസം ജനങ്ങളെയും നമ്മളെല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന ഒരു കപടമുഖക്കാരനാണ് അനീഷ്. അനീഷിന്റെ കപടമുഖങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുന്നവരും അഴിഞ്ഞഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുന്നു അറിയില്ലേ, അങ്ങനെ ഒരു പുറത്തു വരലാണ്. അനുമോൾ ഇതിനൊരു മറുപടി പറഞ്ഞിട്ട് എന്നോട്, ഞാൻ അതിനു മുമ്പ് ഒരു സംഭവം അനുമോള് ഇങ്ങനൊരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ ആ എന്തുകൊണ്ട് അനുമോൾ ആ സ്റ്റോറി ഇട്ടു എന്നുള്ളത് എന്നോട് കുറേ പേര് ചോദിച്ചു. ഞാൻ ആ കമൻറ്റുകൾ വയ്ക്കാം. എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി ഒന്ന് പറ, അനു ചേച്ചിയോട് വിഷമിക്കേണ്ട, ഇതൊന്നും മാറ്റാൻ, ഇങ്ങനത്തെ സ്റ്റോറി ഒന്നും ഇടല്ലേ എന്ന് പറ. പിന്നെ അടുത്ത ആള്, അനുവിനോട് പറയണം ഇട്ട സ്റ്റോറിയിൽ പോയി പണി നോക്കട എന്നുള്ള ആ ഒരു നെഗറ്റീവ് അത് മാറ്റണം. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അനുവിനോട് അങ്ങനെ പറ ഇങ്ങനെ പറ. പക്ഷേ നമുക്കൊക്കെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഓരോരുത്തർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അനുവിൻ്റെ സ്റ്റോറി എന്തിടണം എഴുതിടണം എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം തീരുമാനമാണ്. നമ്മൾ പൂർണ്ണമായി അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് അനുമോൾ അത് ഇട്ടു എന്നുള്ളത് 1000 ചോദ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1000 എന്നല്ല, കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ അന്നും അവരോട് ഞാൻ അവർക്ക് വോയിസ് ആയിട്ടാണ് ഇട്ടത്. അന്നും ഞാൻ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും എന്നുള്ളതാണ്. ആ ഒരു വാക്ക് ഞാൻ പറയാനുള്ളൊരു കാരണം, അനു ഒരിക്കലും മോശമായിട്ട് ഒരാളെ കുറിച്ച് പറയില്ല. എന്തെങ്കിലും അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കുള്ളൊരു വിശ്വാസമാണ്. കാരണം നമ്മൾ 100 ദിവസം കണ്ടല്ലേ അനുവിന് എന്താണെന്നുള്ളത്. നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആൾ അഭിനയിച്ചല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അനുവിൻ്റെ ഓരോ കാര്യങ്ങൾ പഴയതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും കുടുംബത്തോടും സഹ മത്സരാർത്ഥികളോടായിക്കോട്ടെ ഭയങ്കര സ്നേഹമുള്ള, റെസ്പെക്റ്റ് ഉള്ള, അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന് ഉടമയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അറിയായിരുന്നു അനു ഇങ്ങനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു സംഭവം എന്തോ നടന്നിട്ടുണ്ടെന്നുള്ളത്. അതെന്താണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാ
അതിനുള്ള സത്യം തെളിവ് സഹിതം വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ബാക്കി കൂടി അതിന് കേൾക്കാം. അനീഷ് ആദ്യം പറഞ്ഞത് കുറച്ച് ഭാഗമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ, ബാക്കി കൂടി നമുക്ക് കേൾക്കാം. കാര്യങ്ങൾ ഇത്രയും ആളുകളുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അത് ഏറ്റവും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ലേ. ഒരു അനുവിന്റെ ഫേസ് ആണ് എടുത്തെടുത്ത് കാണിക്കുന്നത് കേട്ടോ അനീഷ് അങ്ങനെ പറയുമ്പോൾ. അനുവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയാ ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. സ്വീറ്റ് റിവെഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ആര് റിവെഞ്ച് ചെയ്തു? അനുമോള് റിവെഞ്ച് ചെയ്തതോ? ഈ സ്വീറ്റ് റിവെഞ്ച് ആരാണ് ചെയ്തത്? മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആണോ, ബിഗ് ബോസ് ആണോ, പ്രേക്ഷകരാണോ, ആരാണ് അനീഷ ചെയ്തത്? എന്തായാലും അനുമോള് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു ഗസ്റ്റ് ആണ്. അനുമോള് സ്വീറ്റ് റിവെഞ്ച് ചെയ്തു എന്നാണോ? എന്താണ് അനീഷ ഉദ്ദേശിച്ചത്? ഒരു വ്യക്തതയില്ലല്ലോ അനീഷെ. സ്വീറ്റ് റിവെഞ്ച് പോലെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പച്ചവെള്ളം കുടിക്കുന്നവർക്കോ ചോറ് കഴിക്കുന്നവർക്കോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുള്ളൂ. അനീഷിന് അലസല കുശുമ്പ് അനുമോളുടെ കയ്യിൽ നിന്നും ഇത് മേടിക്കേണ്ടി വന്നത് അനീഷിന് ഭയങ്കര കുറച്ചിലായി തോന്നി. അനീഷ് എന്തോ വലിയ ആളാണല്ലോ. അനീഷിന് ആർക്കറിയാം ആരാണ് ഈ അനീഷ്? ഒരു കോമണറായി ബിഗ് ബോസ് വീടിനകത്ത് വന്ന ഒരു മത്സരാർത്ഥി. അവിടെ കളിച്ചു, പക്ഷെ തോറ്റുപോയി. കുറച്ച് പൈസയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കുറെ ടീമിന് കൊടുക്കാനായിട്ട്, വിജയിക്കാൻ വേണ്ടിയിട്ടേ. നാട്ടുകാരെ ഉള്ള യൂട്യൂബേഴ്സിനെല്ലാം തെറി പറഞ്ഞ് അവരവരുടെ പണി ചെയ്തിട്ട് അവർ പോയി. പക്ഷെ അനീഷിന് അംഗീകാരം കിട്ടിയില്ല. പ്രേക്ഷകർക്ക് അവസാനം കപടമുഖക്കാരനെ മനസ്സിലായി. പ്രേക്ഷകർ വോട്ട് കൊടുത്തില്ല. വോട്ട് അവസാനമായപ്പോഴും ലക്ഷങ്ങൾ എറിഞ്ഞ് വോട്ട് പിടിക്കാനൊക്കെ നോക്കി. കുറച്ച് വോട്ടുകളുടെ വ്യത്യാസമുള്ളൂ എന്ന് കരുതിട്ട് എവിടെ ലക്ഷങ്ങളുടെ വ്യത്യാസത്തിലാണ് അനുമോൾ അനീഷും കടന്ന് കളിക്കുന്നുണ്ടായിരുന്നത്. ആരാണ് അനീഷ സ്വീറ്റ് റിവെഞ്ച് ചെയ്തത്? അനീഷിന് തോറ്റു, സമ്മതിക്കാം. അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസിൽ വന്നിട്ടല്ല നമ്മളെല്ലാവരും ആദ്യമായിട്ട് കാണുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരു പെൺകുട്ടി. അനുമോളുടെ ഓരോ കഥകൾ എടുത്തിട്ട് ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ട്, ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും ബാക്കി ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നവരുടെ ഓരോ ഇന്റർവ്യൂസ് നിങ്ങൾ കേട്ടു നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി ഈ ഒരു നിലയിലേക്ക് എത്തിയത്. കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. കഷ്ടപ്പെട്ട് ആരുടെയും സഹായമില്ലാതെ അതിന്റെ കഴിവുകൊണ്ട് മാത്രം. പല സീരിയലിൽ നിന്ന് അനുമോളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ഷോയിൽ നിന്ന് അനുമോളെ മാറ്റി നിർത്തിയിട്ട് അനുവിന് കുറച്ച് കുറവുകളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് മാറ്റി നിർത്തിയിട്ട് അതെല്ലാം കുറവുകളല്ല എന്ന് ഇന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ അനുമോൾ അത്ര വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഴിവുകൊണ്ട് വളർന്ന് ബിഗ് ബോസിലെത്തി അതിനൊരു പ്രേക്ഷകർ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് അതിനൊരു അംഗീകാരം കിട്ടിയിട്ട് അതുപോലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ കുശുമ്പൻ എന്താ നമ്മൾ വിളിക്കണ്ടേ? ഈ അസൂയക്കാരനെ നമ്മൾ എന്താ വിളിക്കണ്ടേ? അസൂയ കുശുമ്പും നിറഞ്ഞു നിന്നിട്ട് സ്വീറ്റ് റിവെഞ്ച് എന്ന് തോറ്റുപോയി അനീഷിനെ ആർക്കറിയാം. പക്ഷെ അനുമോൾ അങ്ങനെയല്ല. ഒരു കോമഡി പരിപാടിയിൽ മാത്രമല്ല പങ്കെടുത്തിട്ടുള്ളത്. ആ ഷോയുടെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പറയാമായിരുന്നു. അനീഷിനെ സംബന്ധിച്ച് അനുമോൾ ഒരു പരിപാടിയിൽ, കോമഡി ഷോയിലൊക്കെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളൊരു അറിവ് മാത്രമല്ല ഉള്ളായിരിക്കാം. അത് അനീഷിന്റെ അറിവില്ലായ്മയാണ്. അനുമോൾക്ക് ബെസ്റ്റ് സീരിയൽ ആർട്ടിസ്റ്റിനുള്ള ഒരു അവാർഡൊക്കെ, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അതും ഇത്രയും വളരെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അതൊക്കെ അനീഷിനൊന്ന് മനസ്സിലാക്കാമായിരുന്നു. അനീഷിനെ ആർക്കറിയാം? മൈജിയിൽ പോയി ഫോട്ടോ എടുത്ത് ബിഗ് ബോസ് സെലക്ട് ചെയ്ത് അവിടെ പോയിട്ട് കളി കളിച്ചുകൊണ്ട് മറ്റ് എല്ലാ ജഡ്ജി സാറിൻ്റെയും റോബിൻ്റെയും അഖിൽമാരാരുടെയും ഓരോരുത്തരുടെ സ്ട്രാറ്റജീസൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പേര് ശ്രദ്ധിക്കപ്പെട്ടു. അല്ലാതെ അനീഷിനെ ആർക്കറിയാം? അതുകൊണ്ട് അനീഷ് പേര് പരാമർശിക്കാത്തത് വളരെ മോശമായി പോയി എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കൂടാതെ അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് റിവെഞ്ച് എന്ന്, അത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് തന്നെ അവരുടെ ഹൈലൈറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുക കേട്ടോ. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് അനീഷ് അതിന് ആ വീഡിയോയിൽ ഉടനീളം പറയുന്നുണ്ട്. അവസാനം ഒരു പകുതി ഘട്ടത്തും അനീഷ് പറയുന്നുണ്ട് ഇതൊരു തമാശയായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. സ്വീറ്റ് റിവെഞ്ച് എന്ന് ഞാൻ പറഞ്ഞു തമാശയായിട്ടാണ് കേട്ടോ. അത് തമാശയായിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളെല്ലാം കൈയടിച്ചു. അനീഷ് സൂപ്പർ തമാശ, നല്ല കോമഡി. പക്ഷെ അനീഷിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ആ പോസ്റ്റ് ഇട്ടപ്പോൾ അനീഷ് അങ്ങനെ പരാമർശിച്ചത്? അപ്പോൾ അനീഷിന്റെ മനസ്സിൽ തമാശയല്ലായിരുന്നു. അനീഷ് പറഞ്ഞ തമാശയല്ലായിരുന്നു, മനസ്സിൽ കൊള്ളിച്ച് തന്നെ, അനുമോളെ കൊള്ളിച്ച് തന്നെ പറയണം. അനുമോൾക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ടെന്നുള്ളത് അത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ ഒരു ഫേസ് കണ്ടാൽ അറിയാം. കാരണം റിയൽ ആയിട്ടുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മുഖത്ത് പെട്ടെന്ന് അറിയാൻ പറ്റും. വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അനുമോൾക്ക് വേദനിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അനീഷിന്റെ ഉദ്ദേശം. അത് അനീഷ് സാധിച്ചെടുക്കുകയും ചെയ്തു. കൂടാണ്ട് അതും സഹിക്കാൻ പറ്റാണ്ട് അനുമോളുടെ കയ്യിൽ നിന്നും ഈ ഒരു ഇതും അംഗീകാരം മേടിക്കേണ്ടി വന്ന അനീഷിന്റെ ഒരു അവസ്ഥ, അനീഷിനത് സഹിക്കാൻ പറ്റാണ്ടാണ് അനീഷ് ആ ഒരു പോസ്റ്റ് ഇട്ടത്. കൂടാണ്ട് സ്റ്റോറി ഇട്ടു. ആ ഷോയിൽ അത്രത്തോളം മോശം അനുഭവം അനുമോൾക്ക് അത് എല്ലാവരുടെ മുന്നിൽ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് അനുമോൾ ആ ഒരു സ്റ്റോറി ഇട്ടത്. അനുമോൾ ഇങ്ങനെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ, താൻ പോയി പണി നോക്കടോ, ഇതൊക്കെയായിരുന്നു അനുമോൾ ഇട്ടിട്ടുണ്ടായിരുന്ന സ്റ്റോറി. നോക്കിക്കോ, നിന്റെ ദേഹം പുഴുത്ത് 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 പുഴുവായിരിക്കും. പരമച്ചറ്റ നാറി, നിന്നെ ആർക്ക് വേണം? വലിങ്ങേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഇത്
നമ്മുടെ നാഗചേച്ചിയുടെ വളരെ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റീലായിരുന്നു. അനീഷിന് അങ്ങനത്തെ ഒരു റീൽ ഇട്ടിട്ട് മറുപടി കൊടുക്കാനാണ് അനുമോൾക്ക് ആ സമയത്ത് തോന്നിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം, അത്രയും ആൾക്കാർ, അത്ര സെലിബ്രിറ്റീസിന്റെ മുന്നിൽ അനുമോളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് അനുമോൾ പബ്ലിക്കായിട്ട് കൊടുത്തത്. ഞാനും കരുതി അനുമോൾ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ എന്ത് പറ്റി, എന്താ ഇങ്ങനെയൊക്കെ ഇടുന്നേ. സ്വാഭാവികമായിട്ട് എല്ലാവരും ഇട്ടു. എന്നോട് കുറേ പേര് ചോദിച്ചപ്പോഴും ഞാൻ എന്താ പറ്റി, ഞാൻ വേറെ ആരെങ്കിലൊക്കെയാണ് അനുമോളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള എക്സാക്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു മറുപടിയാണ് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റോറി അനുമോൾ ഇട്ടത് നിങ്ങൾ കണ്ടതാണല്ലോ. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത്. അസൂയ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ എക്സ്ട്രീം ലെവലാണ് കേട്ടോ അനീഷിൻ്റെ അസൂയ എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് ഇത്രത്തോളം അസൂയ ഉണ്ടാകും, ഒരാൾ നന്നാവുമ്പോഴും ഭംഗി കാണുമ്പോഴും ചിലർക്കൊക്കെ അസൂയൊക്കെ ഉണ്ടാകും. പക്ഷേ അസൂയ എന്ന് പറയുന്നത് നമുക്ക് അത്ര നല്ലൊരു കാര്യമല്ല കേട്ടോ. അതിപ്പോൾ ആർക്കാണെങ്കിലും അസൂയ കുശുമ്പ് അത് ഒരു ലെവൽ കഴിയുമ്പോൾ ഭയങ്കര റിവഞ്ച്, ഭയങ്കര ഒരു പ്രതികാരത്തിലേക്കൊക്കെ പോകും. നമ്മളെല്ലാണ്ടാക്കി കളയും. അതുകൊണ്ട് ആരോട് അസൂയയും കുശുമ്പൊന്നും ആർക്കും വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് തന്നിട്ടുള്ളത് ദൈവം എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കാം. വെറുതെ അസൂയം കുശുമ്പൊന്നും ആരും വെച്ചോണ്ടിരിക്കല്ലേ. അപ്പോൾ അതെ, അസൂയം കുശുമ്പൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത അനുമോളുടെ സ്റ്റോറിയാണ്. ഒരാളുടെ മൂല്യം കുറച്ചെഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറച്ചെഴുതാൻ ആരാലും കഴിയില്ല. അത്രമാത്രം അനുമോളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അനീഷിന് കിട്ടിയിട്ടില്ല, അതുകൊണ്ടുള്ളൊരു അസൂയ കുശുമ്പാണത്. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാറ്, പ്രൈസ് മണി, അതിലും വലിയൊരു ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ എപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. 16 ലക്ഷം വോട്ട് എന്നൊക്കെ പറയണത് അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അവൾക്ക് അത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അനീഷ് പൈസ ഒന്നും കൊടുക്കാണ്ട് ജെന്യൂനായിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് ഒരുപക്ഷെ മനസ്സിലാവുമായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അനുമോൾ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ മനസ്സിലായല്ലോ. പഴയ കഥകളൊക്കെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് തനിക്ക് ഇതൊക്കെ പറയാൻ ഉളുപ്പുണ്ടായില്ലടോ, തനിക്ക് ഇതൊക്കെ പറയാൻ നാണം ഉണ്ടായില്ല അനീഷേ. ഗൈസ്, ഞാനിതൊക്കെ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആവശ്യം എടുത്ത് ഇടുകയല്ല കേട്ടോ. സംഭവം ഇത് അന്ന് ആ സമയത്ത് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്ത് പറ്റിയാനും ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ സത്യം പുറത്തു വരുന്നു അറിയില്ലേ. അതായത് അത്രത്തോളം എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ പോരാഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ, അതിനുള്ള മറുപടിയാണ് അനുമോളത് കൊടുത്തത്. നമുക്ക് ബാക്കി കൂടി അന്ന് അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ബാക്കി കൂടി നമുക്ക് കാണാം. ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാറിനുള്ള ക്രൗൺ ഞങ്ങൾ ഇവിടെ ഇത് അണിയിക്കുകയാണ്. അനുമോളാണ് ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ. കാറ്റഗറി അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ അനുക്കുട്ടി തന്നെയാണ്. സോ എടാ, അനുമോൾ അനൗൺസ് ചെയ്ത് വിളിക്കുന്നു. അനുമോളെ ക്രൗണൊക്കെ ധരിപ്പിച്ച് കഴിഞ്ഞ ശേഷം അനുമോൾക്ക് അത്രത്തോളം പഞ്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അനീഷിനെ അനൗൺസ് ചെയ്ത് മറ്റേ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുന്നത് അനുമോള് ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞിട്ട്. വെറുതെ എല്ലാ കുരു പൊട്ടിയതല്ല അനീഷേ, വെറുതെ ഇല്ല കേട്ടോ. ഞങ്ങളുടെ അടുത്ത അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത് പ്രിയങ്ക ചേച്ചി. ട്രോഫി നൽകുന്നത് പ്രിയങ്ക ചേച്ചി ആണ് കേട്ടോ. പ്രിയങ്കയാണ് നൽകണം. പ്രിയങ്ക ചേച്ചിയാണ് ട്രോഫി നൽകുന്നത്. അനീഷിന് നൽകുന്നു. ഇനി അടുത്തതായി ഹാമ്പർ കൊടുത്തത് അനുമോളാണ്. ആദ്യം തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ത്രില്ലുണ്ട്. പിന്നെ ഇങ്ങനൊരു അവാർഡിന് എന്നെ പരിഗണിച്ചതിലും എനിക്കത് കിട്ടിയതിലും ഒരുപാട് വീണ്ടും വന്ന ഒരുപാട് എന്നെ പരിഗണിച്ചതിലും എനിക്കത് കിട്ടിയതിലും ഒരുപാട് എന്താ പറയാ, ഞാനിപ്പോ മാനം മുട്ടിയാണ് ഇപ്പൊ നിൽക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു അവാർഡ് ഷോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. അപ്പോ കണ്ടപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഭാവിയിലൊക്കെ എനിക്കും ഇങ്ങനെ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നു പോകുന്നു എല്ലാം അറിയാം. അപ്പൊ എന്താ അറിഞ്ഞിട്ടാണോ? സാധാരണക്കാരനാണ് ഞാൻ. നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഞാൻ ഈ സാധാരണക്കാരന് ഇതുപോലെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വിളിച്ചിട്ട് ഇങ്ങനെ അവാർഡൊക്കെ കൊടുക്കുമോ?
എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്ത് സെലിബ്രിറ്റീസിനൊക്കെ അല്ലേ കൊടുക്കത്തുള്ളൂ, സാധാരണക്കാരന് കൊടുക്കോ? അനീഷ് സാധാരണക്കാരനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. പിന്നെ അനീഷിനെ എങ്ങനെ അറിയാമായിരുന്നു? അന്നേ അറിയാമായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. കഴിഞ്ഞ വർഷം തന്നെ പുള്ളി തീരുമാനിച്ചെന്ന് കിട്ടുമെന്ന്. അവാർഡ് കിട്ടുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അടുത്ത വർഷം തന്നെ, രണ്ടാമത്തെ വർഷം തന്നെ ഈ ഒരു ഷോ നടക്കുമ്പോൾ എനിക്ക് കിട്ടി. അതിലൊരു സന്തോഷമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. കൂടാതെ അനുവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയാ, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. ആ ഒരു സെൻസിൽ എടുക്കണം. ഇതിൽ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഫണ്ണായിട്ട് പറയണം, ആ സെൻസിൽ എടുക്കണമെന്ന്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൈയടിച്ചു. ആ സമയത്ത് എല്ലാവരും ആ സ്റ്റേജിലുള്ളവർ, പ്രിയങ്കയാണെങ്കിലും അനുമോളാണെങ്കിലും ആങ്കർ ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും എല്ലാവരും കൈയടിച്ച് തന്നെയാണ് എടുത്തത്. വളരെ തമാശയായിട്ടാണ് എടുത്തത്. പക്ഷെ തമാശ എന്താ, വീട്ടിൽ പോയപ്പോൾ സീരിയസ് ആയോ അനീഷിന്? വീട്ടിൽ പോയിട്ടല്ലേ ആ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിൽ എന്തുകൊണ്ടാണ് അനീഷ് അത്രത്തോളം കുത്തി നോവിക്കുന്ന രീതിയിലുള്ള വേർഡ്സ് ഇട്ടു? അതുകൊണ്ടാണല്ലോ അനുമോള് സ്റ്റോറി ഇട്ടത്. ആ സ്റ്റോറി ഇട്ടതിനും അനീഷ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ചിലർ എല്ലാ മാസം വീതം വെച്ച് കൊടുക്കുന്നതല്ലേ ആ റോബോട്ടിക് PR-കൾ, പെയ്ഡ് PR-കൾ രക്ഷക്കെത്തട്ടെ. ആർക്കൊക്കെ നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വീർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞ് അനീഷ് പിന്നെ എന്തിനാ അതൊക്കെ ഇട്ടത്? അനീഷിന് തമാശയൊക്കെ പറഞ്ഞാണെങ്കിൽ അനീഷ് അത് ഇടേണ്ട ആവശ്യമുണ്ടോ? അനീഷിന് മാത്രമാണ് ബുദ്ധിയുള്ളതെന്ന് കരുതല്ലേ. നമ്മളിത് കണ്ടോണ്ടിരിക്കുന്നവർക്കും നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട് കേട്ടോ. ഈ സുപ്രഭാതം അനു എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അല്ല, സുപ്രഭാതം ബിഗ് ബോസ്. സുപ്രഭാതം ബിഗ് ബോസ്. അപ്പൊ അനു നിൽക്കുന്നോണ്ട് സുപ്രഭാതം അനു എന്നൊന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ഐക്കോണിക് ഡയലോഗാണ് സുപ്രഭാതം ബിഗ് ബോസ്. അതുകൊണ്ട് അത് മാറ്റില്ല, മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ബിഗ് ബോസ് ആണ് ഉയരം തോന്നുന്നു അല്ലേ അനീഷിന്? തീർച്ചയായിട്ടും. എന്തൊരു തമാശ പോലും സീരിയസ് ആക്കി എടുക്കുന്ന ഈ മനുഷ്യനൊക്കെ ഈ അവാർഡ് കൊടുത്ത് ഇവരെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു തമാശ പോലെ ആ സെൻസിലെടുത്ത് ആ ഒരു പ്ലാറ്റ്ഫോം അസൂയയുടെയും കുശുമ്പിന്റെ എന്തൊരു നെഗറ്റിവിറ്റിയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ സമയത്ത് അനീഷ് വന്ന സമയത്ത് സ്പ്രെഡ് ആയിരിക്കുന്നത്. അനീഷിനെ അത് ഒരു തമാശയായിട്ടെടുത്ത് അത് കൂളായിട്ടൊക്കെ പറഞ്ഞ് എന്നെ ഹാപ്പി ആയിട്ട് പോയി കൂടെ ഇരുന്ന ആ മനസ്സിലുള്ള ദുഷിപ്പ് അവിടെ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഐക്കോണിക് ഡയലോഗാണ്. എന്താ അതിന്റെ മലയാളം കിട്ടിയില്ലായിരുന്നു? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സെൽഫ് ലവിലാണ്. എന്നോട് തന്നെയാണ് പ്രണയം എന്നാണ് അനീഷ് പറയുന്നത്. അന്ന് അനീഷിന് മറ്റൊരാരോടൊക്കെയോ പ്രണയം ഉണ്ടായിരുന്നല്ലോ. അനീഷേ, എന്താ അനീഷേ മറന്നോ? വീഡിയോ ക്ലിപ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അനീഷ് പറഞ്ഞത് ആ ഊഞ്ഞാലാടുമ്പോൾ ആ പ്രണയം മുട്ടിട്ടതും അനുമോള് ഗുരുവായൂർ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ എണീറ്റ് മിണ്ടാതെ പോയതും വഴക്കിട്ട് കിടന്നതും പിന്നീട് എല്ലാവരും അനുമോളെ വലിച്ചു കീറിയപ്പോഴും മൈൻഡ് ചെയ്യേണ്ട കിടന്ന അനീഷിന്റെ മുഖമൊന്നും നമുക്ക് മറക്കാൻ പറ്റിയിട്ടില്ലെന്നേ. ഇപ്പൊ എന്താ അനീഷ് പറയുന്നത്? അതൊക്കെ ഗെയിം ആയിരുന്നോ? എന്നാ അത് പറയണം, അതൊക്കെ ഗെയിം ആയിരുന്നോ എന്ന്. അതെന്താ പറയാത്തേ? അതൊക്കെ പറയണ വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അനീഷ് പറ, അതൊക്കെ ഗെയിം ആയിരുന്നു എന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ എന്താ സീരിയലിൽ അഭിനയിക്കണ്ട അല്ല? ഇവൻ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഉള്ളൂ എന്ന്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അനുമോളുടെ പ്രൊഫഷൻ കോമഡി പരിപാടിയിൽ അവതരിപ്പിക്കുക മാത്രമാണെന്നാണ് ഇവൻ പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവനെന്താ കോമഡിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? അല്ലെ ആക്ടിങ്ങിലേക്ക് എത്തിയോ അനീഷ്? അല്ല, ബിഗ് ബോസിനുള്ളതൊന്നും ആളൊന്നും പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റിൽ അതുകൊണ്ട് ഇടണമല്ലോ. ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് സഹപ്രവർത്തക അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. പ്രൊഫഷണൽ എന്തെങ്കിലും ആക്ടിങ്ങിലേക്ക് വന്നോ? നടനായി അനീഷ് സിനിമ നടൻ അഭിനയം വെച്ച് നോക്കുമ്പോൾ അഭിനയത്തിലേക്ക് പോകണം നല്ലതാണ്. ഇത്രയും ജനങ്ങളെ പറ്റിച്ചില്ലേ? എത്ര പേരാണ് അന്വേഷണ വിശ്വസിച്ച് ഇപ്പോഴും നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ മണ്ടന്മാര്. അതിൽ കൂടുതൽ ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. ലൈൻ കട്ട് എന്നുള്ളത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. സോ ഞാൻ പറയുന്നു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. അപ്പൊ ഇവനറിയാം ഇത്രയും ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ മോശമാക്കാൻ വേണ്ടിയിട്ട് കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള കുശുമ്പൊക്കെ പുറത്തിട്ടതല്ലേ. അനീഷ് അനുമോളെ മോശമാക്കാൻ അല്ലെങ്കിൽ കുറച്ച് കാണാൻ വേണ്ടി ചെയ്തായിരിക്കാം. പക്ഷെ അതിൽ നിന്നും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകും അനീഷ് എന്ത് മനുഷ്യനാണിതെന്ന് ഓരോരുത്തരും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും ഇവൻ എന്ത് കുശുമ്പാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. ചോറ് കഴിക്കുന്ന പലർക്കും തോന്നിയിട്ടുണ്ടാവും. അവിടെയുള്ള കണ്ടോണ്ടിരിക്കുന്നവർക്കും ആ സ്റ്റേജിലിങ്ങനെ പ്രിയങ്കടൊക്കെ പോകാൻ നോക്കിയേ, അയ്യോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അനീഷിന്റെ മനസ്സിൽ ദുഷിപ്പ് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് സ്പ്രെഡ് ആക്കിയിരിക്കുകയാണ്.
വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടി തന്നെയാണല്ലോ അനീഷ്. പ്രൊഫഷണൽ സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ട്. ബോഡി ടച്ചിങ്സ് ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നോ പ്രോബ്ലം. എനിക്ക് കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. ഒരു അയ്യേടാ, എനിക്ക് കുഴപ്പമില്ല. അനുവിനെ വലിയ താല്പര്യമല്ല, പൊക്കി പറയില്ല. പക്ഷെ ടച്ചിങ്സിനോട് താല്പര്യമുണ്ട്. ബോഡി ടച്ചിനോട് വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞു. പ്രൊഫഷണൽ ആയിട്ട് മാത്രം ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ താല്പര്യമില്ലാത്ത അനുവിനോടൊന്ന് വാങ്ങിക്കുന്ന ആ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ വളരെ സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അനുവിനെ കുറച്ച് കണ്ട ഇവന് ബോഡി ടച്ച് ചെയ്തിട്ട് ഡാൻസ് ചെയ്യാൻ പ്രശ്നമില്ല അല്ലേ? കൊള്ളാലോ മനസ്സിലിരിപ്പ്. അവിടെ ഇരിക്കുന്ന ആർക്കും അത്ര സന്തോഷമില്ല. പിന്നെ ഈ ഏത് പ്രേക്ഷകരാണ് പറഞ്ഞത് ഇവരുടെ ഡാൻസ് വേണമെന്ന്? വെറുതെ ഓരോന്ന് അടിച്ചു വിടാൻ തോന്നണം. ഒരു ചെറിയ മ്യൂസിക്കിന് അങ്ങനെ സോഷ്യൽ മീഡിയ തെരഞ്ഞ രണ്ട് പേരുകളും ഒന്നിക്കുകയാണ് ഈ ഒരു വേദിയിൽ. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഡാൻസ് റെച്ചേർണയുടെ വേദിയിൽ മ്യൂസിക് പ്ലീസ്. ആദ്യം കഴിഞ്ഞിട്ടൊന്നും അവനാട്ടോ. പുള്ളിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ അനുമോളെ ആ സ്റ്റേജിൽ വെച്ച് അപമാനിച്ചിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനുമോളെ ചിരിച്ചുകൊണ്ട് ആ ഒരു ഡാൻസ് കളിക്കാനായിട്ട് തോന്നിയൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല അതൊക്കെ അല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. അനീഷിന്റെ മുഖംമൂടി പലയിടങ്ങളിലും പല തവണയായിട്ട് അഴിഞ്ഞു വീഴുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ ആ ഷോയിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് പച്ചക്കള്ളം വിളിച്ചു പോയതാണെന്ന് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പുറത്തിറങ്ങി വന്ന ശേഷവും അനീഷ് പറയുന്നത് വളരെ തമാശയാണെന്ന്. പക്ഷെ അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ കുശുമ്പ്, അസൂയ, അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നർ ആകാൻ പറ്റാത്തതിൻ്റെ സങ്കടം, ദേഷ്യം, വാശി എല്ലാം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ വിധി എന്ന് പറഞ്ഞവരുണ്ട്, പ്രേക്ഷകർ അംഗീകരിച്ച ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇപ്പോൾ പലരും അതിൻ്റെ സങ്കടം കൊണ്ട് കരഞ്ഞു പിടിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അതിൻ്റെ അനുമോൾ എന്തുകൊണ്ട് ആ സ്റ്റാറ്റസ് ഇട്ടു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും